പ്രിയമുള്ളവരെ, കേരളം മുന്നോട്ട് കുതിക്കുകയാണ്, സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ. എങ്കിലും നമ്മുടെ കേരളത്തിന് ഒരു മറുവശമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ, കേരളം വളരുകയാണ്. കേരളത്തിൽ ഒരുപാട് പുരോഗമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ 7 അയൽപക്കത്തു കൂടി പോലും ഒരു പുരോഗതിയും കടന്നുപോയിട്ടില്ല. എന്നാലും കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം, ഹർത്താൽ, ബന്ദ്, കരിദിനം, പണിമുടക്ക്, ഖരാവോ, പിക്കറ്റിംഗ് തുടങ്ങിയ ആഘോഷങ്ങൾ ആദ്യം എത്തുന്നത് ഈ ഓണം കേറാ മൂലയിലാണ്. ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിലുള്ള ഒരു തുക്കട നേതാവിന്റെ കണ്ണിൽ കുരു, കൊച്ചിന്റെ 28, അമ്മായിയമ്മയുടെ 16 അടിയന്തിരം, എന്ത് വന്നാലും അതിന്റെ തരംഗം ഒരു ഹർത്താലായും പണിമുടക്കായും ആദ്യം എത്തുന്നത് ഈ കൊച്ചി പഞ്ചായത്തിലല്ലേ? അങ്ങനെയുള്ള നമ്മുടെ ഈ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കേരളം എന്നൊരു നാടാണ്, കടത്തിൽ വലയണ നാടാണ്, പാർട്ടികൾ മുടിച്ചൊരു നാടാണ്, ഇവിടെ ജനിച്ചാൽ കഷ്ടപ്പാടാണ്. നിത്യവും ഇവിടെ ഹർത്താല്, കഷ്ടപ്പാടാണോർത്താല്, വൻവില കേറി മുടിഞ്ഞൊരു നാട്ടിൽ ജീവിക്കാനോ പാടാണ്. വാണിഭക്കാരും പീഡനക്കാരും വിലസി നടക്കണ നാടാണ്, കാശു കൊടുത്താൽ നിയമം പോലും മാറ്റിമറിക്കണ നാടാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാടിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഈ നാടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി ഒരു വിദേശി എത്തിപ്പെട്ടതോ നമ്മുടെ ഈ ചക്കരമുക്ക് പഞ്ചായത്ത്. ഹലോ, ഐ ആം വില്യം ഡിക്രൂസ്. ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നതാണ്. വരണം സാഹിബേ, നിങ്ങൾ ഇവിടെ വരുമെന്നും ഇങ്ങക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞ് പഞ്ചായത്ത് നിയോഗിച്ച ആളാണ്ട നമ്മള്. ചോദിക്കാൻ മറന്നുപോയി. അതെ, ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നേക്കണതേ എന്ത് ബിസിനസ് തുടങ്ങാനാണെന്ന്? ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് മെഡിക്കൽ ബിസിനസ്. ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന ബിസിനസ്. അത് കലക്കി. തുടങ്ങണമെങ്കിൽ മെഡിക്കൽ കോളേജ് തന്നെ തുടങ്ങണോട്ടാ. നോ, മെഡിക്കൽ കോളേജ് അല്ല, മെഡിക്കൽ കോളേജ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് സാഹിബേ. എങ്ങനെ നോക്കിയേ, ഇപ്പറഞ്ഞ സ്ഥലത്തൊക്കെ മെഡിക്കൽ മാത്രമേ നടക്കണുള്ളൂ, ചികിത്സ നടക്കണില്ല. സാഹിബിന് വല്ല സംശയം ഉണ്ടെങ്കിൽ വാ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. കുത്തിവയ്ക്കാൻ കുത്തിയിരിക്കണ ഡോക്ടർമാരും, മരുന്നുകൾ മാറി അങ്ങനെ കുത്തിവയ്ക്കണ നേഴ്സുമാരും, കാശ് കിട്ടാൻ പാഞ്ഞു നടക്കണ കമ്പൗണ്ടർമാരും, അങ്ങനെ ചേർന്ന് ഒരു വക കോലമാക്കി മുടിച്ചതാണിവിടം. വഴിവിട് ചേട്ടാ, അയ്യോ തട്ടല്ലേ മുട്ടല്ലേ. കമ്പൗണ്ടർ എവിടെ നിന്നേ? ഞാൻ കമ്പൗണ്ടർ അല്ല, രോഗിയാണ്. പിന്നെ താനെന്തിനാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയൊക്കെ തൂക്കി പിടിച്ചേക്കണത്? ഇതെന്റെ പാടാണപ്പാ. അതാണ് മെഡിക്കൽ കോളേജ്. ചേട്ടൻ ഒന്നങ്ങോട്ട് മാറിക്ക്, വെള്ളക്കാര ഒന്ന് മുട്ടല്ലേ, പൊക്കോട്ടെ. കൈക്കൂലി വാങ്ങിയാൽ ചോദ്യം ചെയ്യാതിരിക്കുക, രോഗികൾ നീതി പാലിക്കുക, മരുന്ന് മാറിക്കൊടുത്താൽ കുറ്റം പറയാതിരിക്കുക. എന്താണ് ഇതൊക്കെ? എന്റെ പൊന്ന് സാഹിബേ, ഇതാണ് സമരം. ഇന്നു മുതൽ ഞങ്ങൾ ഡോക്ടർമാര് സമരത്തിലാ, അനിശ്ചിതകാല സമരം. എന്തിനി? ചുമ്മാ എന്നും ഹർത്താലും പണിമുടക്കുമല്ലേ, ഇരിക്കട്ടെ എന്ന് ഞങ്ങളുടെ വക ഒരു സമരം. വെരി ബാഡ്. ഇങ്ങനെ സമരമുള്ള ബിസിനസ് നമുക്ക് വേണ്ട. മിസ്റ്റർ ബീരാൻ, ഈ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത എന്തു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റും? ഇപ്പൊ റിയാലിറ്റി ഷോയുടെ കാലമാണ്. സായിപ്പ് ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു ചാനലില് ഒരു റിയാലിറ്റി ഷോ തുടങ്ങി, നല്ല ലാഭം കിട്ടും. റിയാലിറ്റി ഷോ? എന്താണ് ഈ റിയാലിറ്റി ഷോ? പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴപോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. ഓ മൈ ഗോഡ്, എന്റെ നാട്ടിൽ പോലും ഇല്ലാത്ത വേഷങ്ങൾ. ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഇവർക്ക് നാണമില്ലേ? കാര്യം സായിപ്പാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ വന്നടാ,
ഇതെന്ത് വേഷോടാ ഇത്? എന്റെ പൊന്നിക്ക, ഇങ്ങനെയൊക്കെ വേഷം കിട്ടിയാലേ റിയാലിറ്റി ഷോയിൽ ഫ്ലാറ്റ് കിട്ടൂ. ഞാൻ പാടും, ഇവളാടും. എടി മോളെ, നീ ഇവിടെ വന്നേ. നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? പലവട്ടം കാത്തു നിന്നു ഞാൻ മിസ്റ്റർ ബീരാൻ, എന്താണ് ഇതൊക്കെ? എന്റെ പൊന്ന് സായിപ്പേ, ഒരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം മക്കളെ കൊണ്ട് എന്ത് വേഷം കെട്ടിക്കാൻ ഇപ്പോഴത്തെ തന്തയും തള്ളയും തയ്യാറാണെന്നേ. ഓ വാട്ട് എ തന്റെയും തള്ളയും. നമുക്ക് ഈ റിയാലിറ്റി ഷോ വേണ്ടേ വേണ്ട? വേണ്ട, റിയാലിറ്റി ഷോ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് റിയൽ എസ്റ്റേറ്റ് തുടങ്ങാല്ല. ഓ റിയൽ എസ്റ്റേറ്റ്, വെരി ഗുഡ് ഐഡിയ. കൊള്ളാം, റിയൽ എസ്റ്റേറ്റ് നല്ല ബിസിനസ് ആണ്. നമുക്ക് തിങ്കളാഴ്ച തന്നെ അതിന്റെ ഒരു ഓഫീസ് തുറക്കണം. ആ സായിപ്പേ, തിങ്കളാഴ്ച പറ്റൂല. അതെന്താ? ബ്രോക്കർമാരുടെ കമ്മീഷൻ കൂട്ടണമെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ സമരത്തിലാ. എങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച തുടങ്ങാം. ചൊവ്വാഴ്ചയല്ലേ ബസ്സുകാര് പണിമുടക്കണത്? ഓ എല്ലാ സ്ഥലത്തും സമരമാണോ? ഓക്കെ, നമുക്ക് ബുധനാഴ്ച തുടങ്ങാം. ബുധനാഴ്ച വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ബന്ധല്ലേ സായിപ്പേ? എങ്കിൽ വ്യാഴാഴ്ച തുടങ്ങിക്കൂടെ? വ്യാഴാഴ്ച കച്ചവടക്കാര് വഴി തടയല്ലേ? ഓ എല്ലാ സ്ഥലത്തും സമരം സമരം സമരം. നമ്മൾ ഈ ഓഫീസ് ഇനി എന്ന് തുടങ്ങും? കേരളത്തിൽ ഹർത്താൽ അവസാനിപ്പിക്കുക. ഹർത്താൽ നിരോധിക്കുക. സമരക്കാരെ ഒന്നവിടെ നിന്നേ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ പൊന്നിക്ക സായിപ്പേ, ഇവിടെ എന്താണ് നടക്കണത്? മൊത്തം തോന്നിവാസമല്ലേ? എല്ലാ ദിവസവും ഹർത്താല്. അത് കറക്റ്റാ. ഇതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പടച്ച തമ്പുരാനെ, ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളെങ്കിലും ഉണ്ടായല്ല. എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഹർത്താലിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് സന്തോഷമായി. ആട്ടെ, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹർത്താൽ നടത്തും. അനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഹർത്താലിനെതിരെ അടുത്ത ഒരു മാസം മൊത്തം ഹർത്താൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തു മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഹർത്താലിനെതിരെ ഹർത്താലോ? ഓ ഹർത്താൽ, സമരം, ബന്ദ്, പണിമുടക്ക്. കേരളത്തിൽ എന്നും സമരങ്ങളാണ്. ഈ സമരങ്ങളിടയിൽ നിന്നും മാറി കാശുണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അതെ സമരക്കാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ട് ബന്ധു കൊണ്ട് പൊറുതി മുട്ടിയപ്പോ കോടതി അത് നിരോധിച്ച്. അപ്പൊ നിങ്ങൾ ഹർത്താൽ കൊണ്ടുവന്ന് ദേ ഇപ്പൊ ഹർത്താൽ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കാണ്. ഇതും കൂടി നിരോധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനല്ലേ പണിമുടക്കെന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ അങ്ങോട്ട് ചുമ്മാ ഇട്ട് കൊടുത്തേക്കണത്. ഞങ്ങൾ അതിൽ പിടിച്ചെന്ന് കേറും മോനെ. പടച്ചോനെ, ഇനി എന്നാണ് ഇതിന്നൊക്കെ കേരളത്തിന് ഒരു മോചനം കിട്ടുന്നത്? ബന്ദ്, ഹർത്താല്, ടിക്കറ്റിംഗ്, കരിദിനം ഇവയെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം പറയും, സമരം ചെയ്യും, മരണം പറയും, സമരം ചെയ്യും. ഇതാരി നമ്മുടെ സായിപ്പല്ലേ? ഇതെന്താണ് ഇങ്ങനെ സമരം ചെയ്ത് നടക്കണത്? എടോ ബീരാനെ, കേരളത്തിൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു നോക്കി. എല്ലായിടത്തും സമരങ്ങളും പ്രശ്നങ്ങളും. അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ബിസിനസ് സമരമാണെന്ന്. അതുകൊണ്ട് കേരളത്തിൽ ഞാനും ഒരു സമര കമ്പനി തുടങ്ങി. സമര കമ്പനിയാ? അതെന്ത് കമ്പനി? എടോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന സമരങ്ങൾക്കും ഹർത്താലുകൾക്കും റോഡ് ഉപരോധത്തിനുമെല്ലാം ഇപ്പോൾ ആളുകളെ സപ്ലൈ ചെയ്യുന്നത് ഞാനല്ലേ? എങ്ങനെയുണ്ട് എന്റെ കമ്പനി? ഹലോ, ആ ട്രെയിൻ ഉപരോധം ഓക്കെ, 150 പേര് വിറ്റേക്കാം. ഓക്കെ, അഡ്വാൻസ് ചെക്ക് അയച്ചോളൂ. ഓക്കെ, എത്തും കറക്റ്റ്. കണ്ട അത് കണ്ട. നമ്മുടെ നാട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിദേശത്ത് നിന്ന് വന്ന സായിപ്പ് കേരളത്തിൽ വന്ന് പറ്റിയ ബിസിനസ് തുടങ്ങി നല്ലോണം കാശും ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് പൊതുജനങ്ങള് മണ്ടന്മാരി. മാവേലി വാണൊരു മാമല നാടിന്ന് പാർട്ടിക്കാർ വാഴുമി കേരള നാട്. അണ്ടനടകോടന്മാരു ഭരിച്ചു, നാട്ടാര് മൊത്തത്തിൽ നട്ടം തിരിഞ്ഞു. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്ന് നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മുടെ നാട് കേരള നാട്, മാവേലി വാണൊരു നാട്. ഈ നാടിനി എന്ന് നന്നാകും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്. ഇനിയെങ്കിലും നമ്മുടെ നാട് നന്നാവണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ല നമ്മളാണ്. ഏത്